ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു അവിയലാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. ഓണമായതുകൊണ്ട് തന്നെ ഓണത്തിന്റെ സദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അവിയൽ അല്ലെ. അതായത് സാമ്പാർ, അവിയല്, ഇതാണ് ഏറ്റവും ആൾക്കാർ നോക്കുന്ന രണ്ട് കറികൾ അല്ലെ. സദ്യയിലെല്ലാം കൂട്ടുകറികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചോറ് നിന്നത് സാമ്പാറും അവിയലുമാണ്. പക്ഷെ അവിയൽ സദ്യക്ക് എന്തോരം തരുകയും ചെയ്യും. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ പുറത്ത് സദ്യക്കൊക്കെ പോയി അത്ര നമുക്കങ്ങ് തരത്തില്ല. നമ്മൾ ചോദിക്കണം അവിയൽ തരും അവിയൽ തരും പറയുമ്പോഴാണ് നമുക്ക് തരുന്നത്. അവിയൽ തരും കുട്ടിയെ തരും അവിയല്. പക്ഷേ അവിയലായിരിക്കും സദ്യയിലെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള. നമുക്ക് ഞങ്ങൾക്കൊക്കെ സദ്യക്ക് പോലെ ഏറ്റവും കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളതും ഈ അവിയല് തന്നെയാണ്. അപ്പൊ ഒരു സദ്യ സ്റ്റൈലില് അവിയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കറികൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കുമ്പോൾ അവിയല് സൂപ്പർ ആയി കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ സദ്യ ആ ഊണ് റെഡിയായി. കാരണം വേറെ കറികളൊക്കെ ഇച്ചിരി കുറഞ്ഞാലോ കൂടിയാലോ അത്ര ഓക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ സാമ്പാറും അവിയലും മസ്റ്റാണ്, ഉറപ്പായിട്ട് ശരിയാവണം അത് രണ്ടും. അപ്പൊ അത്തരത്തിലുള്ള അവിയല്, ഈസി അവിയല്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി അവിയലിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം അവിയൽ ഉണ്ടാക്കാനായിട്ട് പോകാം. നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ അങ്ങനെ സെറ്റ് ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിയലിന് നമുക്ക് ചില കഷ്ണങ്ങൾ ഉരുളക്കിഴങ്ങ്, സബോള അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പൊ നമ്മളിത് ഈ ഐറ്റംസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പയറുണ്ട്, അതോടൊപ്പം തന്നെ ഏത്തക്കായുണ്ട്, പിന്നെ നമ്മുടെ പടവലങ്ങ, ഒരു ചെറിയ കഷ്ണം പടവലങ്ങയുണ്ട്, ഒരു കുഞ്ഞു വഴുതനങ്ങ, ഒരു കുഞ്ഞു കത്തിരിക്ക നിർബന്ധമല്ല കേട്ടോ ഇടുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു മുരിങ്ങക്കോലുണ്ട്, ഒരു ക്യാരറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ വെള്ളരിക്കയുടെ കുഞ്ഞു പീസാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയുടെ ഒരു കുഞ്ഞു പീസ്, ചേനയുടെ ഒരു കുഞ്ഞു പീസ്. അപ്പൊ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് നമുക്കുള്ളത്. ഇതൊക്കെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ആദ്യം ഒന്ന് ഒരുക്കണം. എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഒരുക്കി ഒന്നിച്ചൊരു ഉരുളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയാണിത് കഴുകാൻ പോകുന്നത്. ഇനി ഇത് കഴുകിയതിന് ശേഷമാണ് നമ്മളിത് അവിയലിന്റെ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അവിയലിന്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ നല്ല നീളമായിട്ട് ഒരേ സൈസ് വാഴക്കായും ചേനയും കുമ്പളം എല്ലാ സാധനവും ഒരേ അളവിൽ നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് അടുപ്പ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് വേറെ കുറെ സാധനം കൂടെ പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെക്കണം. അപ്പൊ അതെന്നാ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. അതായത് ഒരു അര ടീസ്പൂൺ ഉണ്ട് അല്ലെ, അടുത്ത മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ പച്ചമുളക് നമ്മൾ നന്നായിട്ട് ഇട്ടേക്കുന്നോണ്ട് ഒരു സ്പൂൺ മുളക് പൊടി മതി. മുളക് പൊടി ഇതിന്റെ ഉള്ളിൽ പച്ചമുളക് ഓൾറെഡി ഉണ്ട്. നമ്മള് പിരിയമുളകിന്റെ പൊടിയല്ല, നമ്മൾ അവിയലിൽ നിന്നും പിരിയമുളക് കൊള്ളൂല. അപ്പൊ നമ്മൾ പിരിയമുളക് ഇട്ട് ഒത്തിരി കളറായി പോകും. അവിയലിന് അത്രയും കളർ വേണ്ട. പിന്നെ നമ്മളിത് പാകത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പൊ മുളക് പൊടി അധികം കൂടാണ്ട് നോക്കണം. എന്നാ അവിയലിൽ മുളക് പൊടി, പിരിയമുളക് ഒക്കെ ചേർന്ന് ഒത്തിരി മുളകായി കഴിഞ്ഞാൽ ചുമന്നിരിക്കും. അവിയൽ ഒരിക്കലും ചുമക്കത്തില്ല. ഒരു മഞ്ഞയും പച്ചയും അല്ലെ, അങ്ങനത്തെ ഒരു കളറാണ് ഒരു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇതിന്റെ അകത്ത് നമ്മൾ അത്യാവശ്യം പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ കഷ്ണത്തിന്റെ കൂടെ. അന്നേരം നമ്മൾ കാണിച്ചായിരുന്നു പച്ചമുളക് അല്ലെ. ഇത് എത്ര പച്ചമുളക് ഇട്ടിട്ടുണ്ടോ? 5-6 പച്ചമുളക്. ഇങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇതൊന്ന് തട്ടിപ്പൊത്തി ഇളക്കി അല്ലെ. അതായത് അവിയലിന് നന്നായിട്ട് കറിവേപ്പില വേണം. അപ്പൊ ഇട്ടിട്ടുണ്ട്. അത് നമ്മള് ഇതെല്ലാം കൂടി ഇതിനകത്ത് ഉപ്പും മഞ്ഞളും മുളകും അല്ലെ എല്ലാം കൂടെ വെളിച്ചെണ്ണയുടെ അംശത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി എത്ര ഒരു അരമണിക്കൂർ ഇരിക്കണം. അപ്പൊ ഇത് അരമണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് ഇനി നമ്മള് ബാക്കി അടുപ്പ വെക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അരമണിക്കൂറോളം ആയിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ അടുപ്പ വെക്കാനാണ്. പക്ഷെ നമ്മളിപ്പോ അടുപ്പ വെക്കുന്നതിന് ഇപ്പൊ സദ്യക്കൊക്കെ ആണെങ്കിൽ അവിയൽ വെക്കുമ്പോൾ കുറെ കഷ്ണങ്ങളുണ്ട്. വെള്ളരിക്കായും കുമ്പളങ്ങായും പടവലങ്ങായും ഒക്കെ അതിന്റെ വെള്ളം ഇറങ്ങും. പക്ഷെ നമ്മൾ ഇത് കുറച്ചേ ഉള്ളത് കൊണ്ട് നമ്മൾ സ്വല്പം വെള്ളം ഇതിനകത്ത് തളിച്ചു കൊടുക്കുന്നുണ്ട്. മതി അല്ലേ. ഇനി അടുപ്പിലേക്ക് നമ്മൾ അടുപ്പ വെക്കുവാണ്. അടുപ്പ നമ്മളൊരു ഇലയിട്ട് അങ്ങ് മൂടും അങ്ങ്. അതായത് ശരിക്കും ഒരു പ്രഷർ കുക്കർ സ്റ്റൈലിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അവിയൽ വേവുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒന്ന് എയർ ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇല വെച്ചു, മുകളിൽ അടപ്പ് വെച്ച് നമ്മൾ അടച്ച് ഭദ്രമായിട്ട് അമ്മ അടപ്പ് തള്ളി പോയിരിക്കാൻ വേണ്ടി ഒരു ചട്ടിയും കൂടെ വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പൊ ഇനി അടുപ്പ വെച്ച് നമുക്ക് വേവിക്കാം അല്ലെ. അപ്പൊ നമ്മൾ അരപ്പിനുണ്ടാക്കാൻ തുടങ്ങുന്നത് 1.5 മുറി തേങ്ങ നമ്മൾ ചുരണ്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജാറിലിട്ട് ഒന്ന് ചതച്ചാൽ മതി. നമ്മൾ അരയ്ക്കുന്നല്ലേ, ഒത്തിരി അരയേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ജീരകമാണ് ആദ്യം അങ്ങിടുന്നത്. അപ്പൊ ഒരുപാട് അരയുണ്ട്, അതുകൊണ്ട് അടിയ ജീരകം കിടക്കും. മിക്സിയുടെ ജാറിന്റെ അടിയിൽ ജീരകം ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പൊ തേങ്ങ ഇട്ട്
അപ്പൊ നമ്മള് ഇത് തന്നെ നമ്മള് കല്ലിലാണെങ്കിൽ ജീരകം ആദ്യം അരയ്ക്കും അല്ലെ? അരയ്ക്കും. ജീരകം ഇട്ടു, തേങ്ങ ഇട്ടു, വേറെ എന്തെങ്കിലും വേണം? 2-3 ചുമന്നുള്ളി. ഇത്രയും ചുവന്നുള്ളിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ചിലര് ചുമന്നുള്ളി ഇടാത്തവരും ഉണ്ട് അല്ലെ? പക്ഷെ നമ്മള് ചുമന്നുള്ളി ഇടും. ഞങ്ങൾ ചുവന്നുള്ളി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അല്ലെ? നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരയ്ക്കുക എന്ന് പറയാൻ പറ്റത്തില്ല, ചതച്ചു. കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് ചതഞ്ഞിട്ടുള്ളൂ. ഉള്ളിയൊക്കെ കണ്ടോ ചതഞ്ഞു, ജീരകമൊക്കെ ചതഞ്ഞു ഉണ്ടോ, ചതഞ്ഞും ചതയാതെ ഒക്കെ ഉണ്ടത്. ജസ്റ്റ് ചതഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ തേങ്ങ ഈ ഒരു പരുവത്തിൽ മതി. നമുക്ക് കല്ലിലാണെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമാണ്. ആ ഒരു പരുവ് നോക്കി കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത്. നമ്മൾ മിക്സിക്കകത്ത് തേങ്ങായും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊടുത്ത് 1-2 പ്രാവശ്യം കറക്കി ഇങ്ങനെ ആക്കി എടുക്കുക. അപ്പൊ നമുക്ക് ഈ അടപ്പൊന്ന് പൊക്കി നോക്കാം. ആവി വന്നിട്ടുണ്ട്, എന്താ പരുവായോ നമുക്കൊന്ന് നോക്കാം. അത് എല്ലായിടത്തും ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി. ശകലം വെള്ളമുണ്ട് അടിയിൽ. നമുക്ക് തീ ഒന്ന് കുറച്ചിടണം. അപ്പൊ നമ്മളൊക്കെ ഒരു ശകലം പുളിവെള്ളം ഒഴിക്കാം അതിനകത്ത്. വാളൻപുളി പിഴിഞ്ഞത്, ഒരു ശകലം പുളിയുടെ വെള്ളം. പുളി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം അല്ലെ? ചിലർക്ക് മാങ്ങ ഉണ്ടെങ്കിൽ വെള്ളം ഇതിന്റെ ആവശ്യമില്ല. രുചി പുളി അല്ലെ? കല്യാണത്തിനൊക്കെ പുളിയായി. ചിലര് പക്ഷെ തൈരും ചേർക്കാറുണ്ട് അല്ലെ? പക്ഷെ നമ്മൾ കൂടുതൽ ഇവിടെ പുളിയാ ചേർക്കുന്നത് അല്ലേ? വാളൻപുളി. അപ്പൊ നമുക്ക് അരപ്പും കൂടെ ഇടാം. നമ്മൾ അരപ്പും കൂടി ഇട്ട് കൊടുക്കും അല്ലെ? ഈ അരപ്പിടുമ്പോ ഒരു പ്രത്യേകതയുണ്ട്. ഇളക്കത്തില്ല അരപ്പിട്ടിട്ട് അല്ലേ? അരപ്പ് മുകളിൽ കിടന്നിട്ട് ആവി ഒന്ന് കയറണം അതിന്റെ അകത്ത് അല്ലേ? അതായത് കഷ്ണത്തിന്റെ ആവി നമ്മുടെ ഈ അരപ്പിലേക്ക് ഇങ്ങനെ നിരത്തി നമ്മൾ അരപ്പങ്ങിട്ട് കൊടുക്കും. എന്നിട്ട് ആ അരപ്പിലേക്ക് ആവി വന്നു കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ മിക്സ് ചെയ്യാനൊക്കെ ബാക്കി പരിപാടികളിലേക്ക് പോകുന്നത് അല്ലേ? നമ്മൾ വീണ്ടും നമ്മൾ ഇലയിട്ട് മൂടി അടച്ചു വെക്കുവാണ്. അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമ്മളിത് വാങ്ങി വെച്ച് നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ വേവിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിരുന്നു അല്ലേ? അപ്പൊ അതെ, നമ്മൾ ഇതുവരെ ഇത് മിക്സ് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെ തേങ്ങയൊക്കെ മുകളിൽ തന്നെ കിടക്കുവാണ്. തേങ്ങയ്ക്ക് ഒരു കളർ വന്നു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ഇളക്കാം ഇത് പതുക്കെ. അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ അവിയൽ. പക്ഷെ അവിയലിന്റെ പരിപാടി തീർന്നില്ല കേട്ടോ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അവിയലിന്റെ അകത്ത് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ മണ്ടി അടിച്ചിട്ട് കറിവേപ്പിലയിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അവിയലിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഈ പച്ച വെളിച്ചെണ്ണ അല്ലെ? അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ. അതുപോലെ തന്നെ പച്ചക്കറിവേപ്പില, അതുപോലെ ഇതിന്റെ എരിവിന് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമുളകുമാണ്. 3 പച്ചകളുണ്ട് അപ്പൊ അല്ലേ? പച്ചക്കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ, പച്ചമുളക്. അപ്പൊ നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ അവിയൽ ഏതാണ്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കൂല്ലേ? നമ്മളിത് വിളമ്പുന്ന സമയത്താണ് ഇനി തുറക്കത്തുള്ളൂ അല്ലെ? അപ്പൊ ഈ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ കൂടിയ ഫ്ലേവർ ഒക്കെ കൂടി നല്ല ഒരു ടേസ്റ്റ് അതിന്റെ അകത്ത്. ടേസ്റ്റ് മാത്രമേ നല്ല മണം അല്ലെ? നല്ലൊരു മണം. നമ്മുടെ അടിപൊളി അവിയൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ അവിയൽ ഉണ്ടാക്കിയത്. വലിയ പാടൊന്നുമില്ല അവിയൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പം നമ്മൾ അവിയൽ ഉണ്ടാക്കി. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം, ഈ അവിയൽ ഒന്ന് ടേസ്റ്റ് ചെയ്തോ, എങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയണ്ട അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് അവിയൽ ഒന്ന് കഴിച്ചു നോക്കാം. സദ്യക്ക് ഇത് തന്നെയാണ് ഇവിടുത്തെ സദ്യ സ്റ്റൈല് അവിയൽ. ഇങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു അവിയലുണ്ട്, ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു അവിയലുണ്ട്. അതൊട്ടും വെള്ളം ചേർക്കാതെ. അപ്പൊ അതെന്നാ വെച്ചാൽ വലിയ വാർപ്പിന്റെ അകത്ത് ഉണ്ടാക്കണം. വാർപ്പിന്റെ അകത്ത് ഒത്തിരി ക്വാണ്ടിറ്റി ഇട്ട് ഉണ്ടാക്കും. വെളിച്ചെണ്ണ ഇളക്കി ഉണ്ടാക്കുന്ന ഒരു അവിയലുണ്ട്. ആ അവിയല് വേറൊരു സ്റ്റൈലാണ്, ഇത് മറ്റൊരു സ്റ്റൈലാണ്. ഇത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അവിയല്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ അവിയൽ എന്ന് പറയാം. കുഴപ്പമില്ല, അടിപൊളി അവിയലാണ് അല്ലെ? ഇത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സദ്യ സ്റ്റൈൽ അവിയൽ. ഇത് തന്നെയാണ്. അവിയൽ ഇവിടെ ഉണ്ടാക്കാനുണ്ട്. ഈ അവിയൽ എന്താ വെച്ചാൽ നമ്മള് 4 മണിക്കും
ചായക്കും ഒക്കെ നമ്മൾ കടിച്ചായൊക്കെ തിളപ്പിച്ചോണ്ടെങ്കിൽ അവിയലും ഒക്കെ വെച്ചിരുന്നാലുണ്ടല്ലോ കഴിക്കാനാണ് മാറി ഉപയോഗിക്കുന്നത്. അത് തന്നെ. അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾ ഓണത്തിന് അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. മാക്സിമം സദ്യകൾ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് സ്വന്തമായിട്ട് നമ്മൾ സദ്യ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിലും വലിയൊരു ഗിഫ്റ്റ് വേറെ ഒന്നുമില്ല. നമ്മൾ എത്ര വലിയ സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് വിശേഷങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന കറിക്കൊക്കെ ഇച്ചിരി ടേസ്റ്റ് കുറഞ്ഞോട്ടെ കുഴപ്പമില്ല, എങ്കിലും നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു കൈയോട് കൂടി നമ്മുടെ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുന്നതിന് വലിയ ടേസ്റ്റ് ആണ്. സദ്യയൊക്കെ വിളമ്പാനൊക്കെ അത് തന്നെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ അവിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റ് മറക്കരുത്. അത് തന്നെ, കമന്റ് മറക്കരുത്. ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ സൗണ്ട് ഒക്കെ മൊത്തം പോയിരിക്കുകയാണ്. ഓണം ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഓണം വിഷസ് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ, അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം.